ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു കമ്പനി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അവർ ഫോളോ ചെയ്യേണ്ട അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്താണ് എന്നുള്ളതാണ്. കുറച്ച് ജേണൽ എൻട്രീസ് പാസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ജേണൽ എൻട്രീസ് എന്നുള്ളത് നോക്കാം. ജേണൽ എൻട്രീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ജേണൽ എൻട്രീസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഈ ജേണൽ എൻട്രീസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ജേണൽ എൻട്രീസ് ബൈ ഹാർട്ട് ചെയ്യുക. ബാക്കിയുള്ള ഫർദറായിട്ടുള്ള ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഈ സിമ്പിളായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഈ ജേണൽ എൻട്രീസ് പഠിച്ചാൽ നമുക്ക് ഏതൊരു ക്വസ്റ്റ്യൻ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്നാലും നമുക്ക് ഈ ജേണൽ എൻട്രീസ് വെച്ച് നമുക്കത് എഴുതാനായിട്ട് സാധിക്കും. ക്ലിയർ? അപ്പോൾ നമുക്ക് ആദ്യമേ നോക്കാം. ഒരു കമ്പനി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് 2 രീതിയിലായിരിക്കും. ഒന്നെങ്കിൽ ഇഷ്യൂഡ് ഫോർ ക്യാഷിന് വേണ്ടിയിട്ടായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. അതായത് നമ്മൾ ക്യാഷ് വാങ്ങുന്നില്ല, പകരം ഒരു കൺസിഡറേഷൻ എന്നുള്ള രീതിയിലും ഷെയർസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം നമുക്ക് ആദ്യമേ പഠിക്കാനുള്ളത് ഇഷ്യൂ ഓഫ് ഷെയർസ് ഫോർ ക്യാഷിന് വേണ്ടിയിട്ട് ഒരു കമ്പനി ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പം നമ്മൾ പാസ് ചെയ്യേണ്ട ജേണൽ എൻട്രീസ് എന്തൊക്കെയാണ്. അപ്പോൾ നമ്മൾ ക്യാഷിനാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്ന ഷെയറിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 10 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ 10 രൂപ ആ ക്യാഷ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് കമ്പനി റിസീവ് ചെയ്യുന്നത്? ഒന്നെങ്കിൽ ഈ ഒരു ഫുൾ എമൗണ്ട് ലംസമായിട്ട് റിസീവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടും ആ ഒരു ഷെയറിൻ്റെ പ്രൈസ് റിസീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ആദ്യമേ ഇഫ് ദ പ്രൈസ് ഓഫ് ദ ഷെയർ ഈസ് റിസീവ്ഡ് ഇൻ ലംസമായിട്ടാണ് ഈ ഒരു ഷെയറിൻ്റെ ഫേസ് വാല്യൂ റിസീവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ ഷെയറിൻ്റെ പ്രൈസ് 10 രൂപയാണെന്ന് വിചാരിക്കുക. ആ 10 രൂപ ഒറ്റയടിക്ക് നമ്മൾ കമ്പനി കമ്പനി റിസീവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഒരേ ഒരു ജേണൽ എൻട്രി പാസ് ചെയ്താൽ മതി. നമ്മൾ ക്യാഷ് റിസീവ് ചെയ്യാണ്, സോ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഷെയർസിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക. ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കമ്പനിയുടെ ലയബിലിറ്റിയാണ്. സോ അതായത് നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി, ബാലൻസ് ഷീറ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈക്വിറ്റി ആൻഡ് ലയബിലിറ്റിയുടെ സൈഡിലാണ് ഈ ക്യാപിറ്റൽ വരിക. ഓക്കെ, അപ്പോൾ അത് ക്രെഡിറ്റ് ആണെന്നുള്ളത് ആലോചിക്കുക. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അടുത്ത കേസ് എന്ന് പറയുന്നത് ഇഫ് ദ പ്രൈസ് ഓഫ് ദ ഷെയർ ഈസ് റിസീവ്ഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്. അതായത് ഇപ്പോൾ ആ 10 രൂപ എന്ന് പറയുന്ന ഫേസ് വാല്യൂ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് റിസീവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. 10 രൂപ ഒറ്റയടിക്ക് വാങ്ങുന്നില്ല. ആദ്യമേ ഒരു 2 രൂപ, പിന്നെ ഒരു 2 രൂപ, പിന്നെ ഒരു 3 രൂപ. ആ ഒരു രീതിയിലാണ് കമ്പനി ഷെയറിൻ്റെ പ്രൈസ് റിസീവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കുറച്ചധികം ജേണൽ എൻട്രീസ് പാസ് ചെയ്യാനുണ്ട്. ക്ലിയർ? അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യമേ അപ്പോൾ കമ്പനി അവിടെ റിസീവ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ മണിയായിരിക്കും. അതായത് ഷെയർ ആരൊക്കെയാണോ ആ ഒരു കമ്പനിയുടെ ഷെയർസ് വാങ്ങാൻ താല്പര്യപ്പെടുന്നവർ, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ, അവരെന്ത് തരും? കമ്പനിക്ക് ആപ്ലിക്കേഷൻ തരും. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ തരുന്നതിനൊപ്പം തന്നെ അവരെന്തായിരിക്കും? ആ ആപ്ലിക്കേഷൻ മണി കൂടി അവർ പേയ്മെൻറ്റ് നടത്തിയിട്ടായിരിക്കും തരിക. അപ്പോൾ കമ്പനി ആദ്യമേ ആപ്ലിക്കേഷൻ മണിയാണ് റിസീവ് ചെയ്യുന്നത്. അപ്പോൾ ക്യാഷ് എപ്പോഴും റിസീവ് ചെയ്യുമ്പം ബാങ്ക് ഓർ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. അസറ്റ് ആണല്ലോ. സോ നമ്മൾ ബാങ്ക് വഴിയായിട്ടാണ് ഈ പറയുന്ന ക്യാഷ് കമ്പനിക്ക് കിട്ടുന്നത്. സോ ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക. ഇനി അത് എന്താണ് നമ്മൾ റിസീവ് ചെയ്യുന്നത്? ആപ്ലിക്കേഷൻ മണിയാണ്. സോ ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ആപ്ലിക്കേഷൻ മണി എന്ന് പറയുന്നത് കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ജേണൽ എൻട്രിയാണ്. ഓക്കെ, അപ്പോൾ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ജേണൽ എൻട്രി പാസ് ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ കഴിഞ്ഞാൽ കമ്പനി എന്ത് ചെയ്യും? ഈ അപ്ലിക്കൻസിനൊക്കെ ഷെയർസ് അലോട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആകുന്ന എൻട്രിയാണ് അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആകുന്നത്. അപ്പോൾ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആകുന്ന എൻട്രി എന്ന് ആലോചിക്കുമ്പോൾ നിങ്ങളിങ്ങനെ ഓർത്താൽ മതി, ആപ്ലിക്കേഷൻ മണി നമ്മൾ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യില്ലേ, അതേപോലെ തന്നെയാണ്, അതിനോട് സിമിലർ ആയിട്ടുള്ളൊരു ജേണൽ എൻട്രിയാണ് നമ്മളിവിടെ പാസ് ചെയ്യേണ്ടത്. അപ്പോൾ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആവുന്ന സമയത്ത് ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ജേണൽ എൻട്രിയോടെ പാസ് ചെയ്യേണ്ടത്. ഓക്കെ, ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി ഡ്യൂ ആയി കഴിഞ്ഞ് പിന്നീടാണ് എന്ത് ചെയ്യുന്നത്? ഈ ആപ്ലിക്കൻസ് എല്ലാം, അതായത് അവർക്ക് എത്ര ഷെയർസ് ആണോ അലോട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ എമൗണ്ട് കമ്പനിക്ക് അവർ പേ ചെയ്യുക. അപ്പോൾ ഈ അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യുന്ന എൻട്രിയാണ് അടുത്തതായിട്ട് നമ്മൾ പാസ് ചെയ്യേണ്ടത്. റിസീവ് ചെയ്യുമ്പോൾ എപ്പോഴും ക്യാഷ് റിസീവ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. ഇപ്പോൾ റിസീവ് ചെയ്യുന്നതിനെ ഡെബിറ്റ് ചെയ്യുക. റിസീവ് ചെയ്യുന്നത് അസറ്റ് ആയതുകൊണ്ട് അത് ഡെബിറ്റ് ആവും ബാങ്ക് അക്കൗണ്ടിനെ, അതുകൊണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തു. ഇനി അലോട്ട്മെൻറ്റ് മണിയാണ് നമ്മൾ റിസീവ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? അതിനെ ക്രെഡിറ്റ് ചെയ്യുക ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. ഇനി അതിനുശേഷം ഫസ്റ്റ് കോൾ മണി ഡ്യൂ ആകുന്ന എൻട്രിയാണ്.
ഓക്കെ, അതായത് എത്ര ഇൻസ്റ്റാൾമെൻ്റ് ഉണ്ടോ അത് ചിലപ്പോൾ ആപ്ലിക്കേഷൻ, അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, ഫൈനൽ കോൾ, ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കും എമൗണ്ട് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ഓരോ ക്വസ്റ്റ്യനിലും എത്ര കോളുണ്ടോ അതിനനുസരിച്ച് നമ്മൾ ജേണൽ എൻട്രീസ് പാസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ കോളിൻ്റെ ജേണൽ എൻട്രി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് കോൾ ഡ്യൂ ആകുന്ന എൻട്രിയാണ് ആദ്യമേ നമ്മൾ പാസ് ചെയ്യേണ്ടത്. അപ്പോൾ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആകുന്ന അതേ സെയിം ജേണൽ എൻട്രി തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കോൾ മണി ആണല്ലോ ഡ്യൂ ആകുന്നത്. സോ ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, അതാണ് ജേണൽ എൻട്രി വരുന്നത്. ഇനി അതിനുശേഷം ഈ ഫസ്റ്റ് കോൾ മണി റിസീവ് ചെയ്യുന്ന എൻട്രിയാണ്. റിസീവ് ചെയ്യുമ്പോൾ എപ്പോഴും എന്താ പറഞ്ഞത്, ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ നമ്മൾ എന്താണ് അവിടെ റിസീവ് ചെയ്യുന്നത്, ഫസ്റ്റ് കോൾ മണിയാണ്. സോ ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ജേണൽ എൻട്രി പാസ് ചെയ്യേണ്ടത്. ഇനി ഈ ഒരു കമ്പനി സെക്കൻഡ് കോളും തേർഡ് കോളും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് കോളിൽ ഡ്യൂ ആകുന്ന അതേ ജേണൽ എൻട്രി ചെയ്ത കോൾ മണി റിസീവ് ചെയ്യുന്ന അതേ സെയിം ജേണൽ എൻട്രീസ് തന്നെയാണ് നമ്മളിവിടെ പാസ് ചെയ്യേണ്ടത്.